ചേട്ടാ ഈ ഹൃതിക് റോഷനെ പോലെ എൻ്റെ ഫേസ് മാറ്റാൻ എൻ്റെ ഫേസ് ഹൃതിക് റോഷനെ പോലെ ആക്കാൻ പറ്റുമോ? ആക്കാൻ പറ്റും. ആണോ? എന്നാൽ അതുപോലെ ഒന്ന് ആക്കിയാലോ? പക്ഷെ ആക്കി തരത്തില്ല. ഇതൊക്കെ ഇങ്ങേരോട് ചോദിക്കാൻ എന്താ റീസൺ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇദ്ദേഹം ഭാരത് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജനായിട്ടുള്ള ഡോക്ടർ ശങ്കർദാസ് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് നമ്മൾക്ക് സാധാരണക്കാർക്കൊക്കെ പൊതുവെയുള്ള കുറേ മിത്തുകളുണ്ട്, കുറേ സംശയങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നുമില്ല. അപ്പം എനിക്കുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടും നോട്ട് ചെയ്തിട്ടാൽ മതി. അത് നമുക്ക് പിന്നീട് നമുക്ക് ചോദിച്ച് കുഴപ്പിക്കാം. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഡോക്ടർ ശങ്കർദാസ് എൻ്റെ കസിൻ ഡോക്ടറാണ്, കസിൻ തന്നെയാണ്, ബ്രദറാണ്. അതുകൊണ്ട് തന്നെ ചേട്ടായി എന്നുള്ള ചെറിയ ഷോർട്ട് ഫോമിൽ വിളിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇതുപോലെ ആക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് റീസൺ എന്താ? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഇതിനെ നമ്മൾ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ എന്ന് പറയും. മനസ്സിലായി? ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം. അതായത് നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പം ഏത് പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് കുറച്ച് ഇതുണ്ട്. ഇതേപോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, ഇന്നതുപോലെ ആവണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇതുണ്ട്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, അവർ നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ശരിക്കും പിന്നെ ഇതേപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതായത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പം അവർക്ക് യാതൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. പക്ഷെ അവർക്ക് തോന്നും എൻ്റെ ഈ ഒരു ഇത് ശരിയല്ല, മൂക്ക് ശരിയല്ല, കണ്ണ് ശരിയല്ല എന്നൊക്കെ തോന്നും. ഈ ബോഡി ഡിസ്മോർഫിക് സിൻഡ്രോം എന്നാണ് നമ്മൾ അവർക്ക് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കും നമുക്ക് ഈ പ്ലാസ്റ്റിക് സർജറി ഡയറക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആകത്തില്ലായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പ്ലാസ്റ്റിക് സർജറിയിൽ മെഡിക്കൽ എത്തിക്സിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. മെഡിക്കൽ എത്തിക്സ് എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, സർജൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇതിനകത്ത് ഇത് രണ്ടും നടക്കില്ല. ഈ പറയുന്ന അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അതുപോലെ ബോഡി ഡിസ്മോർഫിക് സിൻഡ്രോം ഉള്ള ആൾക്കാർക്കും എത്ര കറക്റ്റ് ചെയ്താലും അവർക്കത് വീണ്ടും, കാരണം നോർമലായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നുന്ന ഒരു കാര്യം അവർക്ക് അബ്നോർമലായിട്ട് തോന്നുക. അങ്ങനെ വരുമ്പോൾ അവർക്കും ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംശയവുമായി ഒരു പേഷ്യൻ്റ് ചേട്ടായുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ നോക്കും. എന്നിട്ടും അവർ കൺവിൻസ്ഡ് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ ഒരു കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ്. അതാണ് സാധാരണ ഡോക്ടർമാരൊക്കെ ചെയ്യുന്ന യൂഷ്വലി പ്ലാസ്റ്റിക് സർജറി എല്ലായിടത്തും വേൾഡ് വൈഡ് ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് സംശയങ്ങൾ വരുന്നതും സാധാരണക്കാർക്ക് വരുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റി ആണ്. ഏജ് കൂടുന്നതിനനുസരിച്ച് ഒരു ഇൻസെക്യൂരിറ്റി വരുന്നത്, സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പങ്ങൾ മാറുന്നു, ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പ്രസ്ഡ് ആവുന്നില്ല എന്നൊരു തിങ്കിങ് ലെവലിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഏജ് എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ ഏജ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ ഇൻസെക്യൂരിറ്റി എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഏജിങ്ങിൻ്റെ പ്രോബ്ലംസ്, ഏജിങ് സൈൻസ് എന്തൊക്കെയാണ് സാധാരണ വരുന്നത്? ഏജ് നമുക്ക് ബ്രോഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഒരു നമ്പറാണെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറയാറുണ്ട്, നമുക്ക് എന്തും ചെയ്യാം, ഏജ് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ ഒരു ഔട്ട്ലുക്ക് മാറുന്നത് ശരിക്കും നമുക്ക് നോക്കി തന്നെ അറിയാം. സയൻസ് ഓഫ് ഏജിങ് എന്ന് പറഞ്ഞ് തന്നെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പം മുഖത്ത് ചുളിവുകൾ വരിക, മുടി കുറയുക, അതൊക്കെയാണ് യൂഷ്വലി കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാലും ഇതിനകത്ത് വളരെ സറ്റിലായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഏജിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതായത് നോർമൽ ആൾക്കാർ അനലൈസ് ചെയ്യുന്നതും പെട്ടെന്ന് കാണുന്നതും സർജൻസിൻ്റെ അടുത്ത് എന്തൊക്കെ ചെയ്യാം ഏജിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് നിങ്ങൾ കാണുന്ന എന്തൊക്കെയാണ് ഡിഫറൻസസ്? നമ്മൾ കാണുന്നത് മെയിൻലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഒരു മുടി കൊഴിയുക, മുഖം ചുളിയുക, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫോർഹെഡിൽ ഈ റിങ്കിൾസ് വരിക, ഈ രണ്ട് സൈഡും അത് കുറച്ച് ഒരു 60 എബോവ് ചെല്ലുമ്പോഴാണ് ഈ രണ്ട് സൈഡിലും വോളിയം കുറയുക. പിന്നെ ബേസിക്കലി സാഗ് ചെയ്യുക. ഈ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓവറോൾ ഈ സ്കിന്ന് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഫേസിൽ ഈ അകത്തിരിക്കുന്ന സ്കിന്നുണ്ട്, സ്കിന്നിൻ്റെ അടിയിൽ ഒരു ലെയർ ഓഫ് ഫേഷ്യ ഉണ്ട്, മസിൽസ് ഉണ്ട്, ഫേഷ്യൻ്റെ മസിൽസ് ഉണ്ട്, അതിനകത്ത് ബോണുണ്ട്. അപ്പോൾ ഈ ബോണും ഈ സ്കിന്നും
ഈ ബോണിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഇതിൽ. അത് എല്ലായിടത്തും അറ്റാച്ച്ഡ് അല്ല, ചില പോയിന്റ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഉള്ള ഈ ആങ്കറിങ് ഉണ്ടല്ലോ, അതൊക്കെ കാലക്രമേണ ലൂസൻഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൂസൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് ഇത് പതിയെ സാഗി സ്കിന്ന്. അപ്പോൾ അങ്ങനെ ഓരോ ഏജ് വൈസ് നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ എയർലി ആയിട്ട് കാണുന്ന ഈ അപ്പർ ഫേസിൽ ഈ വോളിയം ലോസ് ആണ് വരുന്നത്, ലോവർ ഫേസിൽ ഇത് ബേസിക്കലി താഴും. അപ്പോൾ ഇവിടെ ഒരു വോളിയം ലോസ് വരും, സങ്കണൈസ് പോലെ തോന്നും. ഇവിടെ ഒരു അണ്ടർ ഐ ബാഗ്സ് ഡെവലപ്പ് ചെയ്യും. ഇത് താഴുമ്പോഴത്തേക്കും ഇവിടെ ഈ നേസോ ഫ്രോണ്ടോനൈസ് ഈ ഇതുണ്ടല്ലോ, നേസോ ജുഗുലാർ ലൈൻസ്, അത് പ്രോമിനൻ്റ് ആയിട്ട് വരും. അതുപോലെ ഇത് താഴേക്ക് വീണ്ടും താഴോട്ട് മാരിയോണേറ്റ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ജൗൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വരും. പിന്നെ നെക്കും കുറച്ച് സാഗിയും ഈ ബാൻഡ് പോലെ വരും. ഇതൊക്കെയാണ് അങ്ങനെ ഓരോ അൺസ്റ്റോപ്പബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺസ്റ്റോപ്പബിൾ ആണ്. ഇവൻച്വലി എവരിബഡി വിൽ അണ്ടർഗോ ദിസ് പ്രോസസ്. ചില ആൾക്കാരിൽ അത് നേരത്തെ കാണും, ചില ആൾക്കാരിൽ അത് താമസിച്ച് കാണും. അപ്പോൾ അത് എയർലി കാണുന്നതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമുക്ക് ഇപ്പം നോർമലി ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇതിന് പ്രിവെൻഷനായിട്ട് ഇപ്പം നമ്മൾ ആ ഒരു പോയിന്റ് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഏർലി ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രധാന വില്ലനായിട്ട് വരുന്ന, തന്ത വൈബിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ തള്ള വൈബിലേക്ക് ആയി വരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഏർലി ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? അതിൻ്റെ കോസസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്താൽ മതി. അതിനുള്ള ഏർലി ഏജിങ് എന്നുള്ളതിന് കാരണങ്ങൾ അതിനെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിനായിട്ടും ഇപ്പം ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം, സ്ട്രെസ്സ് അതിനകത്തൊരു നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരോടും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരുവിധം നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, സ്ട്രെസ്സ് ഏർലി ഏജിങ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ എസ് വെച്ച് തന്നെ നമുക്കത് പറഞ്ഞു പോകാം. സ്ട്രെസ്സ്, ഷുഗർ. ഇപ്പം ഡയറ്റിനകത്ത് ഷുഗർ, അത് പലപ്പോഴും ആൾക്കാർ ഷുഗറിനെ നമ്മളെപ്പോഴും ഒരു ഡയബറ്റീസ് വില്ലൻ ആയിട്ടാണ് പലപ്പോഴും കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പം കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ ഷുഗർ അതുപോലെ കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഷുഗർ വില്ലനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏജിങ്ങിൻ്റെ കാര്യത്തിലും ഷുഗറും ഇതേ പ്രോബ്ലം തന്നെ ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞൊരു പഞ്ചസാര എന്നുള്ള ഷുഗറാണോ അതോ എല്ലാ, അതായത് പ്ലെയിൻ ഷുഗർ, അതായത് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, സൂക്രോസ് എന്ന് പറയുന്ന സാധനം നമ്മൾ മധുരമായിട്ട് ഇട്ട് കഴിക്കുന്ന ജ്യൂസിനകത്തും മറ്റേ നമ്മൾ ഷുഗർ ഇല്ലേ, അതിനകത്ത് ഈ ഷുഗർ, അതിനകത്ത് ഫ്രക്ടോസ് ആണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ. ഷുഗറിൻ്റെ മോളിക്യൂൾ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആയിട്ട് പറയുന്നത്. ഫ്രക്ടോസ് ഭയങ്കര വില്ലൻ. ഈ ഫ്രക്ടോസിനെ പറ്റി ഡയറ്റിൻ്റെ പറ്റി ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഫ്രക്ടോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏജിങ്ങിൽ വരുമ്പോഴത്തേക്കും ഫ്രക്ടോസ് ഒരു വില്ലൻ തന്നെയാണ്. അപ്പോൾ ഈ കൊളാജൻ എന്ന് പറയുന്ന മോളിക്യൂൾ, അതിനെപ്പറ്റി ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. കൊളാജനാണ് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൻ്റെ ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാക്കുന്നതും അതുപോലെ ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞ സാധനം ഇലാസ്റ്റിസിറ്റി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ കൊളാജൻ ഇലാസ്റ്റിൻ മോളിക്യൂളിനൊക്കെ പോയിട്ട് ഇത് ബോണ്ട് ചെയ്ത് അതിൻ്റെ ക്രോസ് ലിങ്കിന് വ്യത്യാസം വരുത്തി ഇതിൻ്റെ അങ്ങനെയുള്ള ഗ്ലൈക്കോസിലേഷൻ അതുപോലെ ഉള്ള പ്രോസസ്സുകളിലൂടെ ഈ ഷുഗർ ഈ കൊളാജനെ ഡീഗ്രേഡ് ചെയ്യും. മനസ്സിലായി? അപ്പം ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഏജിങ്ങിൻ്റെ സയൻസ് ഒരു പരിധി വരെ നമുക്ക് ഡയറ്റിലെ ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മോഡിഫിക്കേഷനാണ് ഷുഗർ കട്ട് ചെയ്യാന്നുള്ളത്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ ഇച്ചിരി തലയ്ക്കകത്ത് കിടന്ന് ഉരുണ്ടു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ റെമഡീസിലേക്ക് വരുമ്പോഴത്തേക്കും കൊളാജനെ കുറിച്ചും ഷുഗറിൻ്റെ ഈ ഒരു ഷുഗർ പക്ഷേ ഒരു വലിയൊരു വില്ലനാണ് എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ ഷുഗർ കട്ട് ചെയ്യണം. അപ്പം ഷുഗർ പിന്നെ അതേപോലെ ഡയറ്റിലും നമുക്ക് വരുന്ന ഡെഫിഷ്യൻസീസ് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വൈറ്റ് ഷുഗറിൻ്റെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മറ്റേ ശർക്കരയുടെ പൊടി. അതിലും ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. അത് കുറച്ചുകൂടെ അൺറിഫൈൻഡ് ആണെന്നേ ഉള്ളൂ. ശർക്കരയിലും ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ തന്നെയാണ്. അതിലും വലിയ വില്ലനാണ് കോൺ സിറപ്പ് എന്ന് പറയുന്ന സാധനം. ഇപ്പോഴത്തെ മിക്കവാറും സ്വീറ്റ്നെസ് ആയിട്ടെല്ലാം വരുന്ന ഐസ്ക്രീമിനകത്തും അതേപോലെ കുട്ടികളുടെ ക്യാൻഡീസിനകത്തും എല്ലാം വരുന്നത് കോൺ സിറപ്പ്. അതിനകത്ത് മെജോറിറ്റി ഫ്രക്ടോസ് ആണ്. മനസ്സിലല്ലേ? അപ്പോൾ അത് ഈ സാധാരണ നമ്മൾ ഷുഗർ കഴിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ പ്രോബ്ലം ചെയ്യും ഈ കോൺ ഷുഗർ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട. പിന്നെ ഡയറ്റിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പം വെജിറ്റബിൾസ് കുറവ് കഴിക്കുന്ന ആൾക്കാർ, അതുപോലെ കൂടുതൽ പ്രോട്ടീൻ, വളരെയധികം കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്ന ആൾക്കാർക്ക്
അതേപോലെ ആവശ്യത്തിന് ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഒരു നോർമൽ ലെവൽ 1 to 1.5 ഗ്രാം വരെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ കൂടുതൽ കഴിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്. സപ്ലിമെൻസും അതിൻ്റെ കൂടെ തന്നെ ആഹാരത്തിനകത്തുനിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് കഴിക്കുന്നുണ്ട്. അതും ഒരു പരിധിവരെ ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ കൂട്ടും, അതും ഏജിങ്ങിനെ കൂട്ടും. ശരിക്കും അതൊരു ബാലൻസിൽ പോകണം. അപ്പം ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് വേണം, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് വേണം, അതുപോലെ തന്നെ ലോ കാർബോഹൈഡ്രേറ്റ്, അതിനകത്ത് തന്നെ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഫാറ്റ് ഓൾമോസ്റ്റ് ഒരു മീഡിയം ലൈൻ. അപ്പോൾ അപ്പം രണ്ടാമത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ഡയറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലിനകത്ത് വരുന്നതാണ് എക്സസൈസും. എക്സസൈസ് ഈ ഏജിങ്ങിനെ ഭയങ്കരമായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുക അങ്ങനെയുള്ള ഘടകമല്ലാതെ തന്നെ മുഖത്തെ ഈ ഫാറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറയ്ക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാഗി എന്ന് പറഞ്ഞല്ലോ, ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് സാഗി. അപ്പം വെയിറ്റ് കൂടുതലുള്ള സാധനമാണ് കൂടുതലും സാഗ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഫേസിൽ ഒരുപാട് ഫാറ്റ് ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ സാഗ് മോർ. അല്ലാതെ നമുക്കിപ്പോൾ യൂത്ത്ഫുൾ അപ്പിയറൻസിന് എപ്പോഴും പറയുന്നത് ഒരു ചബി ഫേസ് ആണ്. പക്ഷെ ഈ ചെറുപ്പക്കാരിൽ വ്യത്യാസമുണ്ട്. അവർക്ക് ഈ ഭാഗത്താണ് കൂടുതലും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഏജ് ചെയ്ത് വരുമ്പം ഈ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് താഴോട്ട് പോയിട്ട് ഈ താഴെ ഭാഗത്താണ് കൂടുതലും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം യങ് ഫേസ് എപ്പോഴും ഒരു ട്രയാങ്കുലർ ആയിരിക്കും. പക്ഷേ ഏജ് കൂടും തോറും ഇതൊരു സ്ക്വയർ ഷേട്ട് വരും, ഇവിടെ കൂടുതൽ ഇതായിട്ട് വരും. അപ്പോൾ ഈ എക്സസൈസും ഇതും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, എക്സസൈസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഫേസ് കുറച്ചൊന്ന് മെലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് യു വിൽ അപ്പിയർ യങ്ങർ. അപ്പോൾ രണ്ടാമത്തെ ഇത് പറഞ്ഞു. പിന്നെ ഉള്ളത് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. ഭയങ്കരമായിട്ട് പ്രിമച്വർ ഏജിങ് വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അതാരും വകവെക്കാറില്ല എന്ന് മാത്രം. പിന്നെയാണ് സ്ലീപ്പ്. നമ്മൾ എല്ലാവരും ഓവർലുക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ലീപ്പ്, ഉറക്കം. അതിനകത്ത് തന്നെ സ്കിന്നിനെയും ഹെയറിനെയും ഭയങ്കരമായിട്ട് ഈ സ്ലീപ്പ് ബാധിക്കും. അത് എങ്ങനെയാണെന്ന് അതിന് സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതാണ് ഈ സ്ലീപ്പിൻ്റെ ഋതം മോണിറ്റർ ചെയ്യുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഒരു സംഗതിയാണ് മെലറ്റോണിൻ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ബ്രെയിനിലൊരു പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിനകത്ത് മെയിനായിട്ട് മെലറ്റോണിൻ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ റെറ്റിനയിൽ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് വഴിയെ സിഗ്നൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കിടന്നു കഴിഞ്ഞാൽ, ചിലപ്പം നമ്മൾ ലൈറ്റ് റെറ്റിനയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 to 5 hours കഴിയുമ്പോഴാണ് മെലറ്റോണിൻ പ്രൊഡക്ഷൻ അതിൻ്റെ പീക്കിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 മണി 6:30 യൂഷ്വലി എങ്ങനെയാണല്ലോ പണ്ട് കാലത്ത് 6 മണി 6:30 സന്ധ്യ ആകുന്നു. അപ്പോൾ ആൾക്കാർ ഒരു 9 മണിക്ക് കിടക്കുന്നു. അപ്പം ഒരു 10:30-11 മണിയോടുകൂടി മെലറ്റോണിൻ്റെ പീക്കിലെത്തുന്നു. ഈ മെലറ്റോണിൻ ത്രൂ ഔട്ട് സ്ലീപ്പിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. മെലറ്റോണിൻ ഭയങ്കര ഒരു നമ്മുടെ എല്ലാത്തിനെയും ഭയങ്കര ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഈച്ച് ആൻഡ് എവറി ഓർഗൻ നമ്മൾ റീജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉറക്കത്തിൽ കംപ്ലീറ്റ് റീസൈക്ലിംഗ് ആൻഡ് റീജുവിനേഷൻ നടക്കുന്നതിന് പ്രധാന പങ്ക് മെലറ്റോണിനുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ മെലറ്റോണിൻ്റെ ആയിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന സമയം കുറഞ്ഞാൽ അപ്പോൾ ഈ റീജുവിനേഷൻ എഫക്റ്റ് മെയിൻലി വൈറ്റൽ ഓർഗൻസിലേക്ക് കൊടുക്കും. ഇപ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്കല്ലേ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെയിന്, ഹാർട്ട്, കിഡ്നി അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെയർ, സ്കിന്ന് അതിനെല്ലാം തഴയും. അപ്പോൾ എന്ത് പറ്റും? ഹെയർ പോകാനുള്ള സാധ്യത. അപ്പോൾ അവിടെയാണ് ഈ സ്കിന്നിലൊക്കെ ഏജിങ്ങിൻ്റെ പ്രോസസ്സും ഇതൊക്കെ വരും. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ആകാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം. നേരത്തെ കിടന്നുറങ്ങണം. നേരത്തെ കിടന്നുറങ്ങണമെന്നൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഏകദേശം എത്ര മണിക്കാണ് നമ്മൾ സാധാരണ കിടന്നുറങ്ങേണ്ടത്? ഐഡിയലി സ്പീക്കിംഗ് ഒരു 10:30 മുമ്പെങ്കിലും നമ്മൾ കിടന്നുറങ്ങണം എന്നാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ എല്ലാവരും 10:30 എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആകുന്നത്. ഈ വീഡിയോ കാണുന്ന പലരും 10:30 കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. 1 മണിക്കൊക്കെ ആയിരിക്കും. ഇപ്പൊ 1 മണിക്കൊക്കെ ഉറങ്ങിയാലത്തെ പ്രശ്നം വെച്ചാൽ 1 മണി 2 മണിക്ക് തുടങ്ങിയാൽ ഇതിന്റെ അപ്പം ഈ നമ്മള് അപ്പോൾ ഉറങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ ഇരുട്ടത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ ഉറങ്ങുന്നിടം വരെ മൊബൈല് കണ്ട് അങ്ങോട്ട് വെച്ചായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ അത്രയും നേരം ഈ റെറ്റിനയിൽ നിന്ന് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ വേണമെങ്കിൽ കേൾക്കാം, വീഡിയോ കണ്ടില്ലെങ്കിലും കേട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും കണ്ണടച്ച് കിടന്നിട്ട് കേട്ടാൽ മതി. ഇത് ട്രിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്ക് ഇത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ രാവിലെ നമ്മൾ എഴുന്നേക്കുന്ന സമയത്താണ് മെലാനിന്റെ പ്രൊഡക്ഷൻ പീക്ക് ആവുന്നത്. ഓക്കെ, ശരിക്കും ഉറങ്ങുക തന്നെ വേണം അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി 1 മണിക്ക് ഉറങ്ങുന്ന ആൾ രാവിലെ അത്രയും നേരം ഉറങ്ങുന്നില്ലോ. മിക്കവാറും ഈ ഉറങ്ങുന്ന ആൾക്കാരെല്ലാവരും രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകേണ്ട ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ശരിക്കും എനിക്ക് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വരുന്ന സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കണ്ടിന്യൂസ് 8 hours ഉറക്കം എന്ന് പറയുന്നത് ചിലപ്പം പോസിബിളായി എല്ലാ ദിവസവും ഒന്നും പോസിബിൾ ആയിരിക്കില്ല. ചിലപ്പം 4 hours കഴിയുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പൊക്കെ ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിന് ശരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോബ്ലം വരില്ലേ? പ്രോബ്ലം വരാം. പക്ഷേ അപ്പോഴും ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ദ സ്ലീപ്പ് മേ ബി അത് അത്രയും ഒരു ഡിപ്രവേഷൻ വരത്തില്ല. റാദർ ദാൻ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ സ്ലീപ്പ് നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ വന്ന് മെലറ്റോണിൻ പ്രൊഡക്ഷൻ വന്ന് അതിൻ്റെ ഒരു പീക്കിൽ എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം ഉറക്കം തീരാറാകുകയാണെന്നുണ്ടെങ്കിൽ ആണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ 10:30 എന്ന് പറയുന്ന ടൈം പറഞ്ഞത്. അത് നമുക്കല്ലേ ടൈമിംഗ് ഒക്കെ ഉള്ളത്. ഇത് ബോഡി തീരുമാനിക്കുന്നത് ഈ സർക്കേഡിയൻ റിതം മുഴുവൻ ഈ മെലറ്റോണിൻ വെച്ചിട്ടാണ് ട്രിഗർ ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ജെറ്റ് ലാഗ് വരും. ജെറ്റ് ലാഗ് വരുമ്പോൾ നമ്മൾ അവിടുത്തെ ടൈം നമ്മുടെ ടൈമിൽ അവിടെ ചിലപ്പോൾ ഒരു വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം രാവിലെ ആയിരിക്കാം. അങ്ങനെയൊക്കെ അപ്പോഴും ഈ ബോഡി അതിനായിട്ട് റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ റെറ്റിനൽ മെലറ്റോണിൻ ട്രിഗർ ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും ബ്രെയിൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഈ നമ്മുടെ ചില ആൾക്കാരുടെ ജോലി സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെലറ്റോണിൻ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതിപ്പോൾ ശരിക്കും പ്രിസ്ക്രൈബ്ഡ് ടാബ്ലറ്റ് ആണോ? അതിപ്പം എനിക്ക് തോന്നുന്നത് അത് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരുപാട് ഓവർ ദ കൗണ്ടർ സപ്ലിമെന്റ്സ് പോലെ തന്നെ മെലറ്റോണിൻ അവൈലബിൾ ആണ്. പക്ഷെ അത് കഴിക്കുന്ന ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോസേജ് ആൻഡ് ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശരിക്കും ഒരു ഫിസിഷ്യന്റെ ഉണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ വേണം. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കിട്ടും ആക്ച്വലി. കാരണം ഇതിന് ഒരുപാട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷെ ചില പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ കുറച്ചൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പോൾ അതിന്റെ ടൈമിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എപ്പോൾ കഴിക്കണം, വെറുതെ വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. ഒരാളോടൊന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം, നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മതി. നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ നമ്മളുടെ പ്രശ്നം.